പ്ലസ് ടു കൊമേഴ്സ് റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണോ? അതോ പരീക്ഷ കഴിഞ്ഞ് ഇനി എന്ത് എന്ന് ആലോചിച്ച് കൺഫ്യൂഷനിലാണോ? കൊമേഴ്സ് എടുത്തവർക്ക് ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും മാത്രമല്ല, ലോകം കീഴടക്കാൻ പറ്റിയ വമ്പൻ കരിയർ സാധ്യതകൾ വേറെയുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു കൊമേഴ്സിന് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ടോപ്പ് കോഴ്സുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാലറിയും സ്കോപ്പും നോക്കി ഇത് നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തേത് പ്രൊഫഷണൽ കോഴ്സസ്. ആദ്യമായി എല്ലാവരും സ്വപ്നം കാണുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ നോക്കാം. ഇതിന് വാല്യൂ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. അതിൽ ഒന്നാമത്തേതാണ് CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻസി. കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ കിങ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ് എന്നിവയിലാണ് ഇതിൻ്റെ ഫോക്കസ്. ICAI ആണ് ഈ കോഴ്സ് നടത്തുന്നത്. വമ്പൻ കമ്പനികളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ഇത് സഹായിക്കും. രണ്ടാമത്തേത് ACCA. ഗ്ലോബൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണമെങ്കിൽ ACCA തിരഞ്ഞെടുക്കാം. വിദേശ രാജ്യങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലതാണ്. മൂന്നാമത്തേത് CMA അഥവാ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടന്റ്. കമ്പനികളുടെ ബജറ്റും കോസ്റ്റും മാനേജ് ചെയ്യുന്ന ജോലിയാണിത്. ഇന്ത്യൻ സർട്ടിഫിക്കേഷനിലും അമേരിക്കൻ സർട്ടിഫിക്കേഷനിലും CMA ലഭ്യമാണ്. നാലാമത്തേത് CS അഥവാ കമ്പനി സെക്രട്ടറി. നിയമപരമായ കാര്യങ്ങളും കമ്പനി റൂൾസും കൈകാര്യം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് CS മികച്ച ഓപ്ഷനാണ്. റെഗുലർ ഡിഗ്രി പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് BCom, ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. ഏറ്റവും കോമൺ ആയ കോഴ്സാണിത്. ഇതിൽ തന്നെ ഫിനാൻസ്, കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ടാക്സേഷൻ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നിങ്ങനെ ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷനുകൾ തിരഞ്ഞെടുക്കാം. രണ്ടാമത്തേത് BBA, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾക്ക് ബിസിനസ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, HR മേഖലകളിലാണ് താൽപ്പര്യമെങ്കിൽ BBA ആണ് ഏറ്റവും നല്ലത്. ഇതിനുശേഷം MBA കൂടി ചെയ്താൽ കരിയർ ഉറപ്പിക്കാം. മൂന്നാമത്തേത് BCA. കൊമേഴ്സ് കഴിഞ്ഞവർക്ക് IT മേഖലകളിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ BCA തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ താൽപ്പര്യമുള്ളവർക്ക് ഇത് അനുയോജ്യമാണ്. ഇനി നമുക്ക് പുതിയ കാലത്തെ ട്രെൻഡിങ് ആൻഡ് ക്രിയേറ്റീവ് കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പരമ്പരാഗതമായ വഴിയിൽ നിന്നും മാറി ചിന്തിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന കോഴ്സുകൾ പരിഗണിക്കാവുന്നതാണ്. ഒന്നാമത്തേത് ഇൻ്റഗ്രേറ്റഡ് ലോ. BCom LLB അല്ലെങ്കിൽ BBA LLB. 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണിത്. കോർപ്പറേറ്റ് ലോയർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. രണ്ടാമത്തേത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും സ്കോപ്പുള്ള ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഷോർട്ട് ടൈം കോഴ്സുകളിലൂടെ തന്നെ ഇതിൽ പ്രാവീണ്യം നേടാം. മൂന്നാമത്തേത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ഏവിയേഷൻ. യാത്ര ചെയ്യാനും ആളുകളുമായി ഇടപഴകാനും ഇഷ്ടമുള്ളവർക്ക് ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഏവിയേഷൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. പ്ലസ് ടു കൊമേഴ്സിന് ശേഷം വെറുമൊരു ബിരുദം എന്നതിലുപരി നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള ഒരു കരിയർ പാത്ത് തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാനം. പുതിയ കാലഘട്ടത്തിൽ തിയറി മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. സ്കില്ലുകൾക്കാണ് ഈ ലോകം ഇന്ന് മുൻഗണന നൽകുന്നത്. നിങ്ങൾക്ക് കണക്കുകളോടാണ് താൽപ്പര്യമെങ്കിൽ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ കോഴ്സുകൾ നോക്കാം. അതല്ല, ക്രിയേറ്റീവായി ചിന്തിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ മാനേജ്മെൻറ്റോ തിരഞ്ഞെടുക്കാം. ഏത് വഴി തിരഞ്ഞെടുത്താലും അതിൽ മികച്ചവരാകാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ കോഴ്സുകളിൽ ഏതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത്? അത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ ബൈ.